വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 44th ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. 2 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ടായിട്ടാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. സോ 44th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡിഡ് സ്വാമി വിവേകാനന്ദ കോൺട്രിബ്യൂട്ട് ടു ദി ഇന്ത്യൻ റിഫോം മൂവ്മെൻറ്റ്. എങ്ങനെയാണ് സ്വാമി വിവേകാനന്ദ ഇന്ത്യൻ റിഫോം മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ റിഫോം മൂവ്മെന്റിൽ സ്വാമി വിവേകാനന്ദന്റെ റോളാണ് നമ്മൾ നോക്കുന്നത്. സ്വാമി വിവേകാനന്ദ കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദി ഇന്ത്യൻ റിഫോം മൂവ്മെന്റ് ത്രൂ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി രാമകൃഷ്ണ മിഷൻ ഇൻ 1897 ആൻഡ് ഈസ് അഡ്വക്കസി അഗെയിൻസ്റ്റ് സോഷ്യൽ ഇൽസ്. അതായത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? രാമകൃഷ്ണ മിഷന് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദനായിരുന്നു. സോഷ്യൽ എവിൽസിനെതിരെ, അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ, കാസ്റ്റിസത്തിനെതിരെ എല്ലാം ശബ്ദിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആര് എന്ന് പറയുന്നത്? സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ് ആര് എന്ന് പറയുന്നത്? സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത്. കൂടാതെ അദ്ദേഹം രാമകൃഷ്ണ മിഷന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1897 അദ്ദേഹം രാമകൃഷ്ണ മിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ട്, അത് സോഷ്യൽ എവിൽസിനെതിരെ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഹി പോപ്പുലറൈസ്ഡ് ദ മെസ്സേജ് ഓഫ് സ്പിരിച്വൽ ഹിന്ദുയിസം ഇൻ ഇന്ത്യ ആൻഡ് സ്പ്രെഡ് ഇറ്റ് ഇന്റർനാഷണൽ ഡ്യൂറിംഗ് ഹിസ് ടൂർ ഓഫ് അമേരിക്ക ആൻഡ് യൂറോപ്പ്. യൂറോപ്പിലോട്ടും അമേരിക്കയിലും നടന്നിട്ട് അദ്ദേഹം ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു. ആ ടൂറിൻ്റെ സമയത്ത് എന്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഹിന്ദുയിസം അദ്ദേഹം ഇന്റർനാഷണലി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്പിരിച്വൽ ഹിന്ദുയിസം ഇന്റർനാഷണലി സ്പ്രെഡ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു? നമ്മുടെ സ്വാമി വിവേകാനന്ദർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഹി ഫൈറ്റഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് റിജിഡിറ്റീസ്. അതായത് അവിടെ ഉണ്ടായിരുന്ന കാസ്റ്റ് റിജിഡിറ്റീസിനെതിരെ അല്ലെങ്കിൽ അനാചാരങ്ങൾക്കെതിരെ ശബ്ദിച്ചിട്ടുള്ള, വോയിസ് ചെയ്തിട്ടുള്ള ആളാണ് സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത്. അൺടച്ചബിലിറ്റിക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർസിഷൻസിനെതിരെ അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിരുന്നു. മാനിഫോൾഡ് ഡിവിഷൻസിനെതിരെ അദ്ദേഹം വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിജനറേഷൻ ഇൻ റിലീജിയൻ, ഇതിനൊക്കെ എതിരെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹം വോയിസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിഫോമർ ആണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ റിഫോമർ ആണ്. അദ്ദേഹമാണ് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ഒരു റിഫോർമേഷൻ മൂവ്മെന്റ് തുടങ്ങുന്നത്. 1897 അത് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്പിൾ ആയിരുന്നു ആര് എന്ന് പറയുന്നത്? രാമകൃഷ്ണ പരമഹംസ എന്ന് പറയുന്നത്. ആരാണ്? രാമകൃഷ്ണ പരമഹംസ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിപ്പിൾ ആയിരുന്നു. പരമഹംസ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡിസിപ്പിൾ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ശിഷ്യനായിരുന്നു എന്നുള്ളതാണ്. സോ ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളിവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മെയിൻ പോയിന്റ്സ് നിങ്ങൾക്ക് ഇട്ട് തരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് എയിം ചെയ്യുന്നത്. ആ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് നിങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ അതെന്ത് ചെയ്യണം? ഇലാബറേറ്റ് ചെയ്തിട്ട് മാക്സിമം മാർക്ക് വാങ്ങുന്ന രീതിയിൽ ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് 45th ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Explain Macaulay's downward filtration theory. How did it shape the British approach to education in India? അതായത് മെക്കോളെ മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് മെക്കോളേൻ്റെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിനെ കുറിച്ച്, അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷനെ എങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തു എന്നുള്ളത് എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ മെക്കോളെ എന്ന് പറയുന്നത്, മെക്കോളെയാണ് എന്ത് കൊണ്ടുവരുന്നത്? ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ വൺ വേർഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? അത് ഓർത്ത് വെക്കാം. കാരണം അത് മേ ബി നിങ്ങൾക്ക് വൺ വേർഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലോ അല്ലാതെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. മക്കാളെയാണ് എന്ത് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത്. മക്കാളെ മീൻസ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ മോഡേൺ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് നമ്മൾ മറക്കരുത്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോഡേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് മെക്കോളെ മിനിറ്റ്സ് ആയാലും ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ആയാലും.
ഈ മെക്കാളെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഫോർ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ അതിനുള്ളൊരു ഗൈഡ് ലൈൻസ് ആണ് എന്ത് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത്. സോ ഇറ്റ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെയാണ് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. ലേണിംഗ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും അതുപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ദിസ് തിയറി സ്റ്റേറ്റഡ് ദാറ്റ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഷുഡ് ഫോക്കസ് ഓൺലി ലേൺഡ് ആൻഡ് അഫ്ലുവൻറ്റ് ന്യൂ. അതായത് ബ്രിട്ടീഷുകാർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എപ്പോഴും ആരായിരുന്നു? പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പുതുതായി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പഠിച്ചിട്ടുള്ള ആളുകളായിരുന്നു ബ്രിട്ടീഷുകാർ അവരുടെ അഡ്മിനിസ്ട്രേഷനിലോട്ടായാലും അല്ലാതെ ഏതൊരു കാര്യത്തിലോട്ടായാലും പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. The ultimate goal was to create a new class of people who would be Indian blood and color but English in caste എന്നാണ് പറയുന്നത്. അവരെങ്ങനെയാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ത്യൻ ബ്ലഡ് ആൻഡ് കളർ. ബ്ലഡ് ഇന്ത്യൻ ആണ്, കളറും ഇന്ത്യൻ ആയിരിക്കണം. പക്ഷെ എന്താണ് ഇംഗ്ലീഷ് ഉള്ള അല്ലെങ്കിൽ അവരുമായിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് സാമ്യമുള്ള ആളുകളായിരിക്കണം. അതെന്താണ് പറയുന്നത്? നമ്മൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ആരുദ്ദേശിക്കുന്നത്? മെക്കാളെ ഉദ്ദേശിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത്. അദ്ദേഹം പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ, ഇന്ത്യൻകാരായിരിക്കണം പക്ഷേ ഇംഗ്ലീഷുകാരുടെ ഒരു സാമ്യം ആർക്കും ഉണ്ടായിരിക്കണം, ഇന്ത്യക്കാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആര് പറയുന്നത്? മെക്കാളെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയിൽ പറയുന്നത്. സോ ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് റിലീജിയൻ ബേസ്ഡ് നാഷണലിസം ഷേപ്ഡ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഫോംസ് ഓഫ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഇൻ 20th century? അതായത് ഇന്ത്യയിലുള്ള നാഷണലിസം എന്നാണ്. എന്താണ് ഈ നാഷണലിസം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് നാഷണലിസം? ഈ നാഷണലിസം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്കുള്ള ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു പ്യുവർ ഡിവോഷൻ ടു അവർ നാഷൻ ആണ്. നമ്മുടെ രാജ്യത്തോടുള്ള അമിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോടുള്ള ഒരു സ്നേഹമാണ്. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ് അല്ലെങ്കിൽ വേൾഡ് കപ്പ് നടക്കുകയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യും? വി ഡെഫിനറ്റ്ലി സപ്പോർട്ട് അവർ ഇന്ത്യൻ ടീം അല്ലേ? നമ്മൾ നമ്മുടെ ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? വി ലവ് ഇന്ത്യ ആൻഡ് വി ആർ ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഇന്ത്യൻസ് എന്നുള്ളൊരു ഫീലാണ് എന്ത് എന്ന് പറയുന്നത്? നാഷണലിസം എന്ന് പറയുന്നത്. ഒരു അൾട്ടിമേറ്റ് ഡിവോഷൻ ഓർ അൾട്ടിമേറ്റ് പ്യൂർ ലവ് ടു അവർ കൺട്രി ആണ് എന്തെന്ന് പറയുന്നത് നാഷണലിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള നാഷണലിസം എങ്ങനെയാണ് 20th century പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതും എങ്ങനെയുള്ള നാഷണലിസം ആണ്? റിലീജിയൻ ബേസ്ഡ് നാഷണലിസം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിലീജിയൻ ബേസ്ഡ് നാഷണലിസം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Okay, so a religion-based nationalism shaped into two distinct forms political mobilization in 20th century. അതായത് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഇൻക്ലൂസീവ് നാഷണലിസം ഉണ്ടായിരുന്നു, എക്സ്ക്ലൂസീവ് നാഷണലിസം. ഏതൊക്കെയാണ്? ഇൻക്ലൂസീവ് നാഷണലിസം ആൻഡ് എക്സ്ക്ലൂസീവ് നാഷണലിസം. ഇൻക്ലൂസീവ് നാഷണലിസം എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ്? യൂണിറ്റി, പ്രൊമോട്ടിംഗ് യൂണിറ്റി. ദിസ് അപ്രോച്ച് main aim was to include members of different religion and community in the national movement and promote unity among them. അതായത് നാഷണൽ യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുക, എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോവുക, എല്ലാ മതത്തിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഫ്രീഡം മൂവ്മെൻറ്റിൽ പങ്കെടുപ്പിച്ച് ഇന്ത്യക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫ്രീഡം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് എന്ത് എന്ന് പറയുന്നത്? ഇൻക്ലൂസീവ് നാഷണലിസം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു നാഷണലിസത്തിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് നാഷണലിസം. ആ ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫ്രീഡം മൂവ്മെന്റിൽ ഗാന്ധിജി പോലെയുള്ള നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ക്ലൂസീവ് നാഷണലിസം ആണ്. എക്സ്ക്ലൂസീവ് നാഷണലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോക്കസിങ് വൺ കമ്മ്യൂണിറ്റി, ഏതെങ്കിലും ഒരു മതത്തിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിന് രണ്ട് എക്സാമ്പിൾസ് ആണ് ഹിന്ദു മഹാസഭയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും. ആ ഒരു ടൈമിൽ ഹിന്ദു മഹാസഭ കംപ്ലീറ്റ്ലി ഹിന്ദു നാഷൻ അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ളൊരു കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ആ ഒരു റിലീജിയനാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ മുസ്ലിം ലീഗ് ആ ഒരു പേഴ്സ്പെക്റ്റീവിലല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ ആ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഒരു ടൈമിലുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ
മുസ്ലിം ലീഗ്, മുഹമ്മദ് അലി ജിന്ന പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന, ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് എന്ത് വേണം, ഇന്ത്യ പാകിസ്ഥാൻ ഡിവൈഡ് ചെയ്യണം, പാകിസ്ഥാൻ എന്ത് ചെയ്യണം, ഒരു മുസ്ലിം നാഷൻ ആയിട്ട് പാകിസ്ഥാനും ഹിന്ദുക്കൾക്ക് ഒരു നാഷനായിട്ട് ഇന്ത്യയും വേണം എന്നുള്ളതാണ്. അതാണ് ആ ഒരു നാഷണലിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്ക്ലൂസീവ് നാഷണലിസം. വൺ റിലീജിയൻ അല്ലെങ്കിൽ ദാറ്റ് കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ വൺ റിലീജിയൻ ഈസ് നോൺ ആസ് എക്സ്ക്ലൂസീവ് നാഷണലിസം. പക്ഷേ ഇൻക്ലൂസീവ് നാഷണലിസം ആണെങ്കിൽ പ്രൊമോട്ടിംഗ് യൂണിറ്റി ഓഫ് സെവറൽ റിലീജിയൻസ്, പല റിലീജിയൻസിൻ്റെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു യൂണിറ്റ് ആളുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് നാഷണലിസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. How did the Sovietization of Poland contribute to the origins of the Cold War? എങ്ങനെയാണ് സോവിയറ്റൈസേഷൻ അല്ലെങ്കിൽ സോവിയറ്റൈസേഷൻ ഓഫ് പോളണ്ട്, പോളണ്ടിൻ്റെ സോവിയറ്റൈസേഷൻ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പോളണ്ടിനെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ സോഷ്യലിസം കംപ്ലീറ്റ്ലി എടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോവിയറ്റൈസേഷൻ ഓഫ് പോളണ്ട് എന്ന് പറയുന്നത്. അതെങ്ങനെ ഒരു കോൾഡ് വാറിലോട്ട് കാരണമായി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So the Sovietization of Poland was crucial issue that helped start the Cold War. Cold War തുടങ്ങാൻ ഏറ്റവും കാരണമായിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, സോവിയറ്റൈസേഷൻ ഓഫ് പോളണ്ട് എന്ന് പറയുന്നത്. സോവിയറ്റൈസേഷൻ ഓഫ് പോളണ്ട് എന്ന് പറയുന്നതാണ് കോൾഡ് വാറിന് ഏറ്റവും വലിയൊരു കാരണമായിട്ടുള്ള. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള മറ്റൊരു സംഭവം എന്താണ്, കോൾഡ് വാർ ആണ്. എന്താണ് കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ, ആരൊക്കെ തമ്മിലാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്, USA-യും USSR തമ്മിലാണ്. ആരൊക്കെ തമ്മിലാണ്, USA ആൻഡ് USSR. മറന്നു പോയത്, കോൾഡ് വാർ ഈസ് ബിറ്റ്വീൻ USA ആൻഡ് ദി USSR. അതായത് അമേരിക്കയും റഷ്യയും തമ്മിലാണ് എന്ത് നടക്കുന്നത്, കോൾഡ് വാർ നടക്കുന്നത്. ഇതിൽ USA എന്ന് പറയുന്നത് ഏത് ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരാണ്, ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്നതാണ്. USA എന്ന് പറയുന്നത് ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്നവരാണ്. USSR എന്ന് പറയുന്നത് എന്താണ്, സോഷ്യലിസം ഫോളോ ചെയ്യുന്നവരാണ്. ആരാണ്, സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ആളുകളാണ് ആര് എന്ന് പറയുന്നത്, USSR എന്ന് പറയുന്നത്. ഈ രണ്ട് ഐഡിയോളജികളും തമ്മിലുള്ള ഒരു വാറാണ്. പ്രത്യക്ഷത്തിൽ എന്താവുന്നില്ല, വാറാവുന്നില്ല, ആംസ് ഉപയോഗിക്കുന്നില്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നില്ല. പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വാറില്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് രണ്ട് ഐഡിയോളജികളിൽ തമ്മിൽ വാർ നടക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൾഡ് വാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കോൾഡ് വാർ നടക്കുന്നതാണ് ഈ ആരൊക്കെ തമ്മിൽ, USA-യും USSR-ഉം. ഈ കോൾഡ് വാർ എപ്പോഴാണ് നടക്കുന്നത്, ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് എന്ത് നടക്കുന്നത്, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് എന്ത് വരുന്നത്, കോൾഡ് വാർ വരുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം രണ്ട് പ്രധാന ശക്തികളാണ് ലോകത്തുണ്ടായിരുന്നത്. അതിലൊന്നാണ് USA, അതിൽ രണ്ടാമത്താണ് USSR എന്ന് പറയുന്നത്. അപ്പം ഇവർ തമ്മിലാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ ഒരു കോൾഡ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. ഒരിടത്ത് സോഷ്യലിസം, മറ്റൊരിടത്ത് ക്യാപിറ്റലിസം. ഈ സോഷ്യലിസം ക്യാപിറ്റലിസം തമ്മിലുള്ള ഒരു വാറാണ് കോൾഡ് വാർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് കോൺട്രിബ്യൂട്ട്. ഇനി ഈ കോൾഡ് വാർ അല്ലെങ്കിൽ ഈ കോൾഡ് വാറിന് എങ്ങനെ സോവിയറ്റൈസേഷൻ ഓഫ് പോളണ്ട് കാരണമായി എന്നുള്ളതാണ്. പോളണ്ടിനെ സോവിയറ്റ് യൂണിയനെ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ പോളണ്ടിന്റെ കംപ്ലീറ്റ് അതോറിറ്റി സോവിയറ്റ് യൂണിയനെ ഏറ്റെടുക്കുന്നത് കോൾഡ് വാറിന് മെയിൻ ആയിട്ടുള്ള കാരണമാവുന്നത്. അതെങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്, പോളണ്ടിനെ ജർമ്മനി ആക്രമിക്കുന്നതാണ്. 1939 പോളണ്ടിനെ ജർമ്മനി ആക്രമിക്കുന്നതിനാണ് ആ ഒരു ഇവന്റോട് കൂടിയിട്ടാണ് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആണല്ലോ, നമുക്കറിയാലോ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ശേഷമാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറും അതിനുശേഷം ഒരു കോൾഡ് വാറും നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം പോളണ്ട് ആരുടെ കയ്യിലാണ്, സോവിയറ്റ് യൂണിയന്റെ കയ്യിലാണ്. ഇറ്റ് കോൺട്രിബ്യൂട്ട് ദ ഫോളോയിങ് സിമ്പിൾ വേ, എസ്റ്റാബ്ലിഷിംഗ് കമ്മ്യൂണിസ്റ്റ് കൺട്രോൾ ആൻഡ് പോളണ്ട് അൾട്ടിമേറ്റ്ലി സോവിയറ്റ് ക്യാമ്പ്. പോളണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം എന്താവാണ്, കംപ്ലീറ്റ്ലി ഒരു കമ്മ്യൂണിസ്റ്റ് അതോറിറ്റീൻ്റെ കയ്യിലാവുകയും കൂടാതെ അതൊരു സോവിയറ്റ് ക്യാമ്പായിട്ട് മാറുകയും ചെയ്തു. പോളണ്ട് ഒരു സോവിയറ്റ് ക്യാമ്പായിട്ട് മാറുകയും ചെയ്യുകയാണ് ചെയ്തത്. ബ്രിട്ടൻ ആൻഡ് USA സ്ട്രോങ്ലി ഡിസഗ്രീഡ് വിത്ത് ദിസ് ആക്ഷൻ. ബ്രിട്ടനും USA-യും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ട്രോങ്ലി ഡിസഗ്രീഡ് വിത്ത് ദി
ആക്ഷൻ. ഈ ആക്ഷനെതിരെ അല്ലെങ്കിൽ സോവിയറ്റൈസേഷൻ ഓഫ് പോളണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ ഡിസഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നതും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും ആരാണ്? USA ആയിരുന്നു. ദ സോവിയറ്റൈസേഷൻ ഓഫ് പോളണ്ട് ബിക്കം ലാൻഡ്മാർക്ക് ഇവന്റ്. സോവിയറ്റൈസേഷൻ ഓഫ് പോളണ്ട് എന്തായിരുന്നു? ഒരു ലാൻഡ്മാർക്ക് ഇവന്റ് ആയിരുന്നു ഇൻ ദ ഒറിജിൻ ഓഫ് കോൾഡ് വാർ. കോൾഡ് വാർ തുടങ്ങാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ് ആയിരുന്നു ഏത് എന്ന് പറയുന്നത്? സോവിയറ്റൈസേഷൻ ഓഫ് പോളണ്ട് എന്ന് പറയുന്നത്. ഇത് രണ്ട് സുപ്രീം പവേഴ്സ് തമ്മിലുള്ള, അതായത് USAയും USSRും തമ്മിലുള്ള കോൾഡ് വാറിന് കാരണമായിട്ടുണ്ടായിരുന്നു. കാരണം പോളണ്ട് എന്ന് പറയുന്നത് വേൾഡ് വാർ തുടങ്ങാൻ കാരണമായി. പക്ഷേ ഈ പോളണ്ട് ആരെ ഏറ്റെടുക്കുകയാണ്? സോവിയറ്റ് യൂണിയൻ ഏറ്റെടുക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ഫോളോ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ആണ്. എന്നാൽ നമ്മുടെ USA ഫോളോ ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റ് ആണ്. സോ USAക്കും വേണം ഈ ഒരു പോളണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ USSRനും വേണം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വാർ, ഇവരുടെ ഐഡിയോളജീസ് തമ്മിലുള്ള ഒരു വാറിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? കോൾഡ് വാർ എന്ന് പറയുന്നത്. ക്ലിയർ? അതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സമയത്ത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോസസ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങാനുള്ള ഒരു 3-4 കാരണങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് പറയാം. ട്രീറ്റി ഓഫ് വേഴ്സൈലസ്, അതായത് ഫസ്റ്റത്തെ കാരണം എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് വേഴ്സൈലസ്. എന്നാണ് വേൾഡ് വാർ തുടങ്ങുന്നത്? 1939 കേട്ടോ. വേൾഡ് വാർ 2 തുടങ്ങുന്നത് എന്നാണ്? 1939. 1939 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് മാത്രമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പോൾ അതിനുള്ള കുറച്ച് കാരണങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ട്രീറ്റി ഓഫ് വേഴ്സൈലസ്. അതെന്താണ് ട്രീറ്റി ഓഫ് വേഴ്സൈലസ് എന്ന് പറയുന്നത്? അത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ജർമ്മനി അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തോറ്റിട്ടുണ്ടായിരുന്നു. ജർമ്മനിയാണല്ലോ തോറ്റത്. അപ്പോൾ ജർമ്മനിക്ക് ഇനി ആംസ് ഒന്നും കൊടുക്കില്ല, ജർമ്മനി ഇനി രംഗത്തേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളതാണ് ട്രീറ്റി ഓഫ് വേഴ്സൈലസ് എന്ന് പറയുന്നത്. അത് ജർമ്മനിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറച്ചും കൂടിയും അവരെ വ്രണപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് എന്തിനു കാരണമായിട്ടുണ്ടായിരുന്നു? നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് കാരണം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നാഷൻ. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള സമാധാനം, പീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു വേൾഡ് ഓർഗനൈസേഷനാണ് എന്ത് എന്ന് പറയുന്നത്? ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നാഷൻ എന്ന് പറയുന്നത്. ആ ലീഗ് ഓഫ് നാഷൻസിന് എന്ത് പറ്റിയില്ല? സമാധാനം, പീസ് കൊണ്ടുവരാൻ പറ്റിയില്ല. അതെന്തിന് കാരണമായിട്ടുണ്ടായിരുന്നു? നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് കാരണമായിട്ടുണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് അലയൻസ് ആണ്. മൂന്നാമത്തെ കാരണം ഫോർമേഷൻ ഓഫ് അലയൻസ് ആണ്. 2 അലയൻസുകളാണ് ഉണ്ടായിരുന്നത്, ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. അലൈഡ് പവേഴ്സും. അതിൽ ആക്സിസ് പവേഴ്സ് ആരൊക്കെയായിരുന്നു? ഇറ്റലി, ജർമ്മനി. ആരൊക്കെയായിരുന്നു? ഇറ്റലി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ജർമ്മനി ഇവരായിരുന്നു എന്തെന്ന് പറയുന്നത്? ആക്സിസ് പവേഴ്സിൽ പെടുന്ന ആളുകൾ. നമ്മൾ അലൈഡ് പവേഴ്സിലാണ് എന്നുണ്ടെങ്കിലോ, അലൈഡ് പവേഴ്സിലാണ് USSR, USA, ഫ്രാൻസ്, ഇംഗ്ലണ്ട്. ഇവരൊക്കെ എന്തായിരുന്നു? ചൈന കൂടാതെ ജർമ്മനിയുടെ കൂടെ ജപ്പാൻ ഉണ്ടായിരുന്നു. ഇവിടെ ചൈന ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എന്ത് അലയൻസുകൾ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ അലയൻസ് ഫോം ചെയ്യുന്നത്? പെട്ടെന്നൊരു അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ എന്ത് വേണം? മറ്റുള്ള രാജ്യങ്ങൾ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അലയൻസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. ആക്സിസ് പവേഴ്സ് ആയിരുന്നു ഇറ്റലി, ജർമ്മനി, ജപ്പാൻ എന്ന് പറയുന്നത്. പിന്നെ അലൈഡ് പവേഴ്സ് ആയിരുന്നു USA, USSR, അതുപോലെ തന്നെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ചൈന എന്നൊക്കെ പറയുന്നത്. അതൊരു കാരണമാണ്. നെക്സ്റ്റ്
നമുക്ക് പറയാനുള്ളത് പോളിസി ഓഫ് അപ്പീസ്മെന്റ് ആണ്. പോളിസി ഓഫ് അപ്പീസ്മെന്റും എന്തിന് കാരണമായിട്ടുണ്ടായിരുന്നു? വേൾഡ് വാർ സെക്കൻഡിന് കാരണമായിട്ടുണ്ടായിരുന്നു. പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോഷ്യലിസം, ഒരു ഭാഗം സോഷ്യലിസം ഫോളോ ചെയ്യുന്നു, ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഒരു മ്യൂണിക് എഗ്രിമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്ന കാരണം. അപ്പോൾ 4 കാരണങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? സെക്കൻഡ് വേൾഡ് വാറിന്റെ കോസ് ആയിട്ട് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് ആണ്. രണ്ടാമത്തെ കോസ് എന്ന് പറയുന്നത് നമ്മുടെ ലീഗ് ഓഫ് നാഷൻ്റെ ഫെയിലിയർ ആണ്. മൂന്നാമത്തെ കാരണം അല്ലെങ്കിൽ മൂന്നാമത്തെ കോസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫോർമേഷൻ ഓഫ് അലയൻസ് ആണ്. കൂടാതെ അലൈഡ് പവേഴ്സും ആക്സിസ് പവേഴ്സും, പിന്നെ ലാസ്റ്റ് പോളിസി ഓഫ് അപ്പീസ്മെന്റ് ആണ് നമ്മുടെ കാരണം എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജർമ്മനി പോളണ്ടിനെ 1939 ആക്രമിച്ചതോട് കൂടിയിട്ടാണ് സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോസസ് ആയിട്ട് പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. സോ നിങ്ങൾ എന്തായാലും മിസ്സാവാതെ എല്ലാവരും നന്നായിട്ട് ഈ ഒരു പാർട്ട് പഠിക്കുക. ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 3 ക്വസ്റ്റ്യൻസ്, ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ളത് ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, 4-5 ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഡിസ്കസ് ചെയ്യാനുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.